സൈലം ലേണിംഗ് അമൃത മിസ് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇങ്ങനെയുള്ള കുറച്ച് ചിത്രങ്ങൾ നിങ്ങളെ വല്ലാതെ കുഴപ്പിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം എങ്ങനെ ചെയ്യാം, ഇത് എക്സാമിന് വരുമോ? ആക്ച്വലി ഈ ചോദ്യങ്ങൾ എക്സാമിന് വന്നിട്ടുണ്ട്. ഇതേപോലെയുള്ള ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് നമ്മളോട് ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ആനുവൽ എക്സാമിനും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാ വരയ്ക്കുക എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു ചിത്രം കണ്ടാൽ തന്നെ അറിയാം, ഇതിൽ നമുക്കൊരു 5 സൈഡുള്ള ഒരു ഫിഗർ ആണ് ഇവിടെ വരയ്ക്കുന്നത് അല്ലേ? അപ്പോൾ ഈ 5 സൈഡഡ് ഫിഗർ വരയ്ക്കാനായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു 5 സൈഡഡ് ഫിഗർ വരയ്ക്കുക എന്നുള്ളത്. 5 സൈഡുള്ള ഒരു ചിത്രം വരയ്ക്കണം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സർക്കിൾ വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കോമ്പസും പെൻസിലും ഒക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് ഒരു സർക്കിൾ അങ്ങ് വരയ്ക്കുക. സർക്കിൾ വരയ്ക്കുമ്പോൾ അതിനെ സെന്റർ മാർക്ക് ചെയ്യാനും സെന്ററിൽ നിന്നൊരു ലൈൻ ഇതേപോലെ വരച്ചു വെക്കാനുമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു സർക്കിൾ വരച്ചു. സർക്കിളിന്റെ സെന്റർ മാർക്ക് ചെയ്യണം. അതിൽ നിന്നും സർക്കിളിലേക്ക് ഒരു ലൈൻ വരയ്ക്കണം, അതായത് നമ്മളുടെ റേഡിയസ് ഇതുവരെ വരച്ചു വെക്കാം. നമ്മൾ ഈ ഒരു ചിത്രമാണ് വരയ്ക്കാൻ പോകുന്നത്. ആദ്യം തന്നെ സർക്കിൾ വരയ്ക്കുന്നു, സെന്റർ മാർക്ക് ചെയ്യുന്നു, റേഡിയസ് വരയ്ക്കുന്നു. ഇനി നിങ്ങൾ നോക്കുക, ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇതാണ് നമ്മളുടെ സർക്കിൾ അല്ലേ? ഈ സർക്കിളാണ് നമ്മളിപ്പോൾ വരച്ചത്. ഈ ഒരു സർക്കിളാണ് നമ്മൾ വരച്ചത്. അപ്പോൾ ഈ സർക്കിളിന്റെ ഉള്ളിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു 5 സൈഡഡ് ഫിഗർ വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ സർക്കിളിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 5 സൈഡഡ് കഷ്ണങ്ങൾ അല്ലെ, 5 കഷ്ണങ്ങളാക്കി മുറിക്കണം. ഈ സർക്കിളിനെ ഇത് 5 സൈഡ് ആയതുകൊണ്ട് തന്നെ 5 മുറിക്കണം. അപ്പോൾ ഒരു സർക്കിളിനെ 5 കഷ്ണമാക്കി മുറിക്കണം എന്നുണ്ടെങ്കിൽ ഈ സർക്കിളിന്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഇതിനെ നമ്മൾ 5 കഷ്ണമാക്കി മുറിക്കണം. എനിക്കിവിടെ ഒരു 5 സൈഡുള്ള ചിത്രമാണ് വരയ്ക്കേണ്ടത്. എനിക്കിവിടെ ഒരു 5 സൈഡഡ് ഫിഗർ ആണ് വരയ്ക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യണം, ഈ സർക്കിളിനെ 5 കഷ്ണമാക്കി മുറിക്കണം. ഓക്കെ, 5 കഷ്ണമാക്കി മുറിക്കുമ്പോൾ എനിക്ക് എത്ര കിട്ടും, 72 ഡിഗ്രി എന്ന് കിട്ടും. 360നെ 5 കൊണ്ട് ഹരിച്ചാൽ 72 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്, പക്ഷെ ഭയങ്കര ശ്രദ്ധ വേണം. ഇവിടെ നിങ്ങളുടെ പ്രൊട്രാക്ടർ വെക്കുക, എന്നിട്ട് 72 ഡിഗ്രി മാർക്ക് ചെയ്യുക, അതിലേക്കൊരു ലൈൻ വരയ്ക്കുക. 72 ഡിഗ്രി. ഇനി അടുത്ത പ്രൊട്രാക്ടർ ഇവിടെ വെക്കുക, 72 ഡിഗ്രി മാർക്ക് ചെയ്യുക, ഇങ്ങോട്ട് വരയ്ക്കുക. ഇങ്ങനെ നമ്മൾ വരച്ചു കഴിയുമ്പോൾ ഇതേപോലൊരു ചിത്രം നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ നമ്മൾ എല്ലായിടത്തും 72 ഡിഗ്രി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും. ആ എഡ്ജുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. കണ്ടോ, ഈ പോയിന്റുകളൊക്കെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലൊരു ചിത്രം കിട്ടും. അപ്പൊ എന്തൊക്കെയാ ചെയ്തത്, ആദ്യം സർക്കിൾ വരയ്ക്കുന്നു, സെന്റർ മാർക്ക് ചെയ്യുന്നു, ലൈന് വരയ്ക്കുന്നു. ഇനി ഇതിൻ്റെ ഉള്ളിൽ 5 സൈഡഡ് ഫിഗർ ആണ് വരയ്ക്കാൻ പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് 360നെ 5 കൊണ്ട് ഹരിച്ച് 72 ഡിഗ്രി എന്ന് കിട്ടുന്നു. പ്രൊട്രാക്ടർ ഇവിടെ വെച്ച് 72 ഡിഗ്രി മാർക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, 5 കഷ്ണമായിട്ട് ഈ സർക്കിളിനെ മുറിക്കുന്നു. ഇനി ആ പോയിന്റുകളൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചിത്രം കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്കൊരു സംശയം, മിസ്സേ ഇതിപ്പോ ഇങ്ങനെയല്ലേ ആയിട്ടുള്ളൂ, ഒറിജിനൽ പിക്ചറുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ലല്ലോ, ഇതെങ്ങനെ നമ്മൾ ഒറിജിനൽ പിക്ചർ ആക്കി മാറ്റും? അപ്പൊ നമുക്ക് നമ്മുടെ ഒറിജിനൽ പിക്ചർ ഒന്ന് എടുക്കാം അല്ലെ. ഇതാണ് നമ്മളുടെ ഒറിജിനൽ പിക്ചർ. ഈ പിക്ചറിലോട്ടാണ് നമ്മൾ ഇയാളെ എത്തിക്കേണ്ടത് അല്ലെ. നമുക്ക് ഇവിടെ ചേർക്കാം ഇയാളെ. ഈ ഒരു ചിത്രത്തിലേക്കാണ് നമ്മൾ ഇയാളെ കൊണ്ടുവരേണ്ടത്. അപ്പൊ നമുക്ക് നോക്കും മനസ്സിലായി, ഈ ഓരോ മൂലയിൽ നിന്നും 2 ലൈൻസ് വീതം പോകുന്നുണ്ട് അല്ലെ. ഓരോ മൂലയിൽ നിന്നും 2 ലൈൻസ് വീതം വരച്ചാൽ മതി. അപ്പൊ ഈ ഒരു മൂല ഞാൻ എടുക്കുന്നു, ആ മൂലയിൽ നിന്നും 2 ലൈൻസ്, ഒന്നിങ്ങോട്ടും ഒന്നിങ്ങോട്ടും വരച്ചു. ഇനി എന്ത് ചെയ്യണം, അടുത്ത മൂലയിൽ നിന്നും ഇതേപോലെ 2 ലൈൻസ് വരയ്ക്കണം. ഇനി ആരേതാ, ഇവരെയും കൂടെ കണക്ട് ചെയ്യണം. നോക്കിയേ, നമ്മുടെ ചിത്രമായി. ഇത്രയും പണിയുള്ളൂ. സർക്കിൾ വരയ്ക്കുന്നു, 5 സൈഡുള്ള ഫിഗർ ആയതുകൊണ്ട് 360 ഡിവൈഡഡ് ബൈ 5 ചെയ്യുന്നു. ആ ആംഗിൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സർക്കിളിനെ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ പോയിന്റുകളൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് 5 സൈഡുള്ള ഒരു ഫിഗർ കിട്ടും. ആ ഫിഗറിനെ ഇതാക്കി മാറ്റാനായിട്ട് എല്ലാ മൂലയിൽ നിന്നും നമ്മൾ 2 ലൈൻസ് വീതം വരയ്ക്കുന്നു. ചിത്രമായി.
ഇനി നമ്മൾ പോകുന്നത് രണ്ടാമത്തെ ചിത്രത്തിലേക്കാണ്. ഇയാളെ കാണുമ്പോൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണല്ലോ എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരും. വളരെ സിമ്പിൾ ആണ് മക്കളെ. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക എന്നുള്ളതാണ്. സെന്റർ മാർക്ക് ചെയ്യുക, റേഡിയസ് ആരം വരച്ചു വെക്കുക. ഇനി നോക്കുക, ഇതില് സർക്കിളിനെ എത്രയായിട്ട് മുറിക്കണം. ഇവിടെ സർക്കിളില് 1, 2, 3, 4, 5. ഈ സർക്കിളിനെ നമ്മൾ 5 കഷ്ണങ്ങളായിട്ടാണ് മുറിക്കുന്നത്. അതായത് ഈ സർക്കിളിൻ്റെ ഉള്ളിൽ നമുക്കൊരു 5 സൈഡഡ് ഫിഗർ വേണം. അതെങ്ങനെ മനസ്സിലായി? എത്ര മൂലകളാണ് സർക്കിളിലുള്ളത് നോക്കിയാൽ മതി. 1, 2, 3, 4, 5. ഇവരെയൊക്കെ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് നോക്കിയതാ. 1, 2, 3, 4, 5. 5 സൈഡുള്ള ഫിഗർ വരച്ചു. കാണുന്നില്ല അല്ലേ? ആദ്യം സർക്കിൾ വരച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ 5 സൈഡുള്ള ഒരു ഫിഗർ വരയ്ക്കണം. അപ്പൊ അതിനു വേണ്ടി നമുക്കറിയാം 5 സൈഡുള്ള ഫിഗർ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 360 ഡിവൈഡഡ് ബൈ 5 ചെയ്യുന്നു, 72 ഡിഗ്രി എന്ന് കിട്ടുന്നു. ഇവിടെ നമ്മളുടെ പ്രൊട്രാക്ടർ വെക്കുന്നു, 72 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു, അങ്ങോട്ട് വരയ്ക്കുന്നു. 72 ഡിഗ്രി പ്രൊട്രാക്ടർ എടുക്കുക, ഇവിടെ വെക്കുക, 72 ഡിഗ്രി മാർക്ക് ചെയ്യുക. മിസ് ഏകദേശമാണ് മാർക്ക് ചെയ്തത്, നിങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തോളൂ കേട്ടോ. 72 ഡിഗ്രി. അങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതാ ഇതേപോലെ നമുക്ക് കിട്ടും. റെഡി? അപ്പോൾ ഇതേപോലെ എല്ലാ പോയിന്റ്സും നമുക്ക് കിട്ടും. 5 പോയിന്റ്സും കിട്ടും. ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ 5 സൈഡുള്ള ഫിഗറും കിട്ടും. 5 പോയിന്റ്സും കിട്ടും. അവരെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ 5 സൈഡുള്ള ഒരു ഫിഗറും കിട്ടും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാ എല്ലാം മായ്ച്ചു കളഞ്ഞു, 5 സൈഡഡ് ഫിഗർ കിട്ടി. ഇനി ഇതിനെ എങ്ങനെ ഇങ്ങനെയാക്കും? വളരെ സിമ്പിളാണ്. എല്ലാ മൂലകളും തമ്മിൽ ജോയിൻ ചെയ്യിക്കുക. എല്ലാ മൂലകളും ജോയിൻ ചെയ്യിക്കുക. എല്ലാ മൂലകളും മിസ് ജോയിൻ ചെയ്യുവാണ്. നോക്കിക്കോ, ഇങ്ങോട്ടൊന്ന് പോയി, അതേപോലെ ഇങ്ങോട്ടൊന്ന് പോയി. ഇനി ഇവിടേക്കൊന്ന് വന്നു, അതുപോലെ ഇവിടേക്കൊന്ന് വന്നു. ഇനി ആരാ ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളത്? ഒരാളെയും കൂടെ കണക്ട് ചെയ്യാണ്ടത് അവിടെ കഴിഞ്ഞു. അപ്പോഴും നമ്മളെ ചിത്രം ആയില്ല അല്ലേ? അപ്പോൾ ഇവിടെ കുറച്ച് ലൈൻസ് നമുക്ക് മായ്ച്ചു കളയാനുണ്ട്. ഇവിടെ നോക്കുക, കുറച്ച് ലൈൻസ് മായ്ച്ചു കളയണം. അത് ഏതൊക്കെയാണ്? ഇതാ ഈ ലൈൻസ് ഒക്കെ ഉള്ളിലുള്ള ആൾക്കാരൊക്കെ നമുക്ക് മായ്ച്ചു കളയാം. ഇതൊക്കെ മായ്ച്ചു കളയാം. കാരണം ഇയാളൊന്നുമില്ല, ഉള്ളിലെ ലൈൻസ് ഒന്നുമില്ല, പുറമേ ഉള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ മായ്ച്ചു. ഓക്കെ, ഇപ്പം ഏകദേശമായി അല്ലേ? ഏകദേശമായി. അതേപോലെ ഈ ലൈൻസും ഇല്ല, ഇതൊക്കെ നമുക്ക് മായ്ക്കാം. ഇനി എന്താ ചെയ്യണ്ടേ? ഉള്ളിലുള്ള ഈ സ്റ്റാർ വരയ്ക്കണം. ഓഫ്, ടാസ്ക് അല്ലേ? ടാസ്ക് ഒന്നും അല്ല, വളരെ സിമ്പിളായിട്ട് വരയ്ക്കാം. അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് കളർ ചെയ്തെടുക്കൂടാ. ഓക്കെ, അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെയുള്ള എല്ലാ മൂലകളും തമ്മിൽ കണക്ട് ചെയ്യുക. നോക്കിക്കോളെ, ഈ മൂലകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. കണ്ടോ? ആ മൂലകളൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഷേപ്പായി. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇനി നിങ്ങൾക്ക് ഇതിനുള്ളിലുള്ള ലൈൻസ് ഒക്കെ മായ്ച്ചു കളയാം. ഇത് മായ്ക്കുക, ഇത് മായ്ക്കുക, ഇത് ഇത് ഇത്. ഇതാണ് നമ്മുടെ ചിത്രം. കണ്ടില്ലേ? എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മൾ വരച്ചേ. സർക്കിൾ വരയ്ക്കുന്നു, 5 കഷ്ണങ്ങളാക്കുന്നു, ആ പോയിന്റുകൾ ജോയിൻ ചെയ്യുന്നു, ആ പോയിന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് ജോയിൻ ചെയ്യുന്നു, ഉള്ളിലുള്ളത് അതേപോലെ തന്നെ ചെയ്യുന്നു. ഇത് മിസ് പറഞ്ഞ സാധനം കേൾക്കുന്നതിനേക്കാളും നിങ്ങൾ നിങ്ങളുടെ കോമ്പസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റുക. ഒരു ചോദ്യം കൂടി ഉണ്ട്, ഇതെങ്ങനെ ചെയ്യും? ഇത് ചെയ്യാനും വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു സർക്കിൾ വരയ്ക്കുക, സെന്റർ മാർക്ക് ചെയ്യുക, റേഡിയസ് വരയ്ക്കുക. ഇനി എത്ര കഷ്ണങ്ങളായിട്ടാണ് ഇതിനെ മുറിച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കണം. 1, 2, 3, 4, 5, 6, 7, 8. 8 കഷ്ണങ്ങളായിട്ടാണ് നമുക്ക് ഈ ചിത്രം വേണ്ടത്. അപ്പോൾ നമ്മളുടെ സർക്കിൾ, ഇതിന് ചുറ്റും ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ 8 കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ സർക്കിളിനെ 8 കഷ്ണമായിട്ട് മുറിക്കണം. അതിനാണ് 360 ഹരിക്കണം 8 എന്ന് ചെയ്യുന്നത്. 360 ഹരിക്കണം 8. അപ്പം എത്ര വരും? 45 എന്ന് വരും. 45 ഡിഗ്രി.
പ്രൊട്രാക്ടർ എടുക്കുക, ഇവിടെ വെക്കുക, 45 ഡിഗ്രി മാർക്ക് ചെയ്യുക. 45 ഡിഗ്രി. പിന്നെയും പ്രൊട്രാക്ടർ എടുക്കുക, ദാ ഇവിടെ ഇങ്ങനെ വെക്കുക, 45 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുമ്പോൾ എല്ലായിടത്തുമായിട്ട് ഇതാ ഇതേപോലുള്ളൊരു ഷേപ്പ് കിട്ടും. 45 ഡിഗ്രി, ഇവിടെയൊക്കെ 45 ഡിഗ്രിയാണ്. ഇനി എന്ത് ചെയ്യണം? ഈ എൻഡ് പോയിന്റുകളൊക്കെ തമ്മിൽ കണക്ട് ചെയ്യണം. എന്താ നോക്കിക്കോ, ഇവരൊക്കെ തമ്മിൽ കണക്ട് ചെയ്യാം. ഇപ്പൊ 8 കഷ്ണമായോന്നൊന്ന് എണ്ണി നോക്കിയേ. നിങ്ങളൊന്ന് എണ്ണി നോക്കി 8 കഷ്ണമായോന്ന്. 1 2 3 4 5 6 7 8 8 കഷ്ണമായി അല്ലേ? 8 കഷ്ണമായി. ഇനി എങ്ങനെ ഇത് നമ്മളുടെ ചിത്രമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും? 8 കഷ്ണമാക്കി ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഉള്ളിലുള്ള ലൈൻസ് ഒക്കെ മായ്ച്ചു കളയുക. ഇനിയാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരെ തമ്മിൽ വരയ്ക്കുക, ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരെ തമ്മിൽ കണക്ട് ചെയ്യുക. കണ്ടോ? ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുക. ചിത്രമായി. ചിത്രത്തിന് ചെറിയൊരു ചരിവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ പിക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കൂളിൽ എടുത്ത് അല്ലെങ്കിൽ ഹോംവർക്ക് ഒക്കെ തരുന്ന സമയത്ത് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഇത് നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ മാക്സിമം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലും അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഡൗട്ടും ഇല്ലാതെ ഹോംവർക്ക് കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആപ്പിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്ത ആൾക്കാർ വജ്ര ബാച്ചിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്തോളുക. ഇനിയുള്ള ദിവസങ്ങളിൽ എക്സാമിൻ്റെ റിവിഷൻസ് വരും, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് വരും. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മുടെ ആപ്പിൽ റെഡിയാണ്. ഇപ്പോൾ മൺസൂൺ ഓഫർ കൂടി ഉണ്ട്. വേഗം തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം.